ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ മൃതദേഹം കിട്ടിയെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് കുടുംബം. അർജുന്റെ കയ്യിലെ മോതിരം തിരിച്ചറിഞ്ഞുവെന്നും ശബ്ദ സന്ദേശത്തിൽ അവകാശപ്പെട്ടിരുന്നു. അർജുനെ കാണാതായി 17 ദിവസമായിരിക്കുകയാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തുന്നില്ലെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ പറഞ്ഞിരുന്നു. അതേസമയം അർജുനായുള്ള തെരച്ചിലിനായി പുതിയ സന്നാഹങ്ങൾ എത്തിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് കർണാടക. അർജുനെ കാണാതായിട്ട് 17 ദിവസങ്ങളായി. കരയിലും വെള്ളത്തിലും വ്യാപകമായി തെരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് ഗംഗാവാലി പുഴയിൽ ചെളിയിലാണ്ട നിലയിൽ അർജുന്റെ ലോറി കണ്ടെത്തിയത്. ദിവസങ്ങൾ നേവി പരിശ്രമിച്ചുവെങ്കിലും നദിയിലെ അടിയൊഴുക്കും മോശം കാലാവസ്ഥയും കാരണം ലോറി ഉയർത്തിയെടുക്കാൻ സാധിച്ചിരുന്നില്ല. ഡ്രോണും ബൂം എക്സ്കവേറ്ററും ഉൾപ്പെടെയുള്ളവ തെരച്ചിലിന് ഉപയോഗിച്ചിരുന്നു. ചെളിയും മണ്ണും നീക്കാൻ തൃശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ തുടരാനാണ് ശ്രമമെന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ തൃശൂരിൽ നിന്ന് ഷിരൂരിലേക്ക് ഡ്രഡ്ജർ കൊണ്ടുപോകില്ലെന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിക്കുന്നത്. ഗംഗാവാലി പുഴയിൽ ആഴവും ഒഴുക്കും കൂടുതലാണ്. ഡ്രഡ്ജർ പുഴയിലിറക്കാനാവില്ലെന്ന് കൃഷി വകുപ്പിലെ അസിസ്റ്റന്റ് ഡയറക്ടർമാർ അടങ്ങിയ സംഘം തൃശൂർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. പുഴയിലെ ഒഴുക്ക് 4 നോട്ട്സിൽ കൂടുതലാണെങ്കിൽ ഡ്രഡ്ജർ ഇറക്കാൻ പ്രയാസമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. കോഴിക്കോട് പേരാമ്പ്ര മലയിൽ ഇൻഡസ്ട്രീസ് ആണ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് നിർമ്മിച്ചു നൽകിയത്. കനാലുകളിലെയും തോടുകളിലെയും ചളി കോരി മാറ്റുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കും. 6 മീറ്റർ വരെ ആഴത്തിൽ ഇരുമ്പു തൂണുകൾ താഴ്ത്തി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. നിലവിൽ എലത്തൂരിലെ കനാലിൽ പോള നീക്കം ചെയ്യാൻ ഉപയോഗിക്കുകയാണ് ആഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ്. അതേസമയം ഷിരൂരിൽ ദേശീയപാതയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ആരംഭിച്ചിട്ട് ഇന്നേക്ക് 17 ദിവസം. അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ലക്ഷ്യത്തിലെത്തേണ്ടതുണ്ടെന്നും അതിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ആ തരത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അർജുന്റെ കുടുംബത്തിന് നേരെ ഉണ്ടായ സൈബർ ആക്രമണം ഗൗരവമുള്ളതാണെന്ന് വ്യക്തമാക്കിയ മന്ത്രി മനുഷ്യപ്പറ്റില്ലാത്ത ഇത്തരം നടപടികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു. ഇത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ എന്നാണ് ചിന്തിക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തുകയും ചെയ്തു. അതേസമയം അർജുന്റെ വിരലിലെ മോതിരം തിരിച്ചറിഞ്ഞു. കൂടെ മൃതദേഹം ലഭിച്ചെന്ന ശബ്ദ സന്ദേശവും. ഈ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് കുടുംബം. ഇത്തരത്തിലുള്ള കുറേയേറെ വ്യാജ സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഇതൊന്നും വിശ്വാസയോഗ്യമല്ലെന്നും ഇതൊന്നും സ്ഥിരീകരിക്കാനാവാത്ത കാര്യങ്ങളാണെന്നും കുടുംബം വ്യക്തമാക്കി.